എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. LP-UP പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള സൂപ്പർ 6 ചലഞ്ച് ഡേ 2 എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ദിവസം നമ്മൾ ലിങ്കേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ 2 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ പരീക്ഷ ഉണ്ടായിരുന്നു. എല്ലാവരും പരീക്ഷ അറ്റൻഡ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ടോപ്പിക്കിന് ശേഷവും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സൂപ്പർ 6 ചലഞ്ചിൻ്റെ ഡേ 2 സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ടോപ്പിക്കുമായിട്ടാണ്. കഴിഞ്ഞ ദിവസത്തേക്കാൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു ക്ലാസ്സാണ് ഇതെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. സോ മറ്റൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഞാൻ ആ ടോപ്പിക്ക് കാണിച്ചു തരാം. അതായത് 2 എന്നുള്ള ടോപ്പിക്കാണ്. 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം എന്താണ് 2 നെഗറ്റീവ് അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ നെഗറ്റീവ് അല്ല. 2 ഒരു കോറിലേറ്റീവ് കണ്ടീഷനാണ്. ആദ്യത്തെ 2 വന്നാൽ രണ്ടാമത്തെ 2 അവിടെ വന്നിരിക്കും. ഇത് 2 ടൈപ്പ് ഉണ്ട്. സാധാരണ ഇപ്പോൾ ഹീ ഈസ് ടു വീക്ക് ടു വാക്ക് എന്നൊക്കെയാണ് നമ്മളൊരു ഉദാഹരണം പറയാൻ പറ്റുന്നത്. 2 ടൈപ്പ് പഠിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ ടൈപ്പ് സബ്ജക്റ്റ് ഒരുപോലെ വരുന്ന സെൻറ്റൻസുകളെ 2 ചേർത്ത് എങ്ങനെ കണക്ട് ചെയ്യാം. സബ്ജക്റ്റ് ഒരുപോലെ വരുന്ന സെൻറ്റൻസുകളെ 2 ചേർത്ത് എങ്ങനെ കണക്ട് ചെയ്യാം. ഇപ്പം നെഗറ്റീവ് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് ഒരുപോലെ വന്നാൽ എങ്ങനെ കണക്ട് ചെയ്യണം. 2 സബ്ജക്റ്റ് ഒരുപോലെ വരുന്നവ 2 നെഗറ്റീവ് ഐഡിയ ആണ്. 2 വരുന്ന സെൻറ്റൻസുകളിൽ പിന്നെ നെഗറ്റീവ് വേർഡ്സ് പാടില്ല. ഇപ്പോൾ 2 വരുന്ന സെൻറ്റൻസുകളിൽ പിന്നെ നെഗറ്റീവ് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾറെഡി നെഗറ്റീവ് ഐഡിയ ആണ്. പിന്നെ നോട്ടോ നത്തിങ്ങോ നെയ്തറോ ഒന്നും വേണ്ട. ഇത് പലപ്പോഴും തെറ്റുതിരുത്താൻ ചോദിക്കും. 2 വരുന്ന സെൻറ്റൻസുകളിൽ നെഗറ്റീവ് വേർഡ്സ് വന്നാൽ അത് തെറ്റാണ്. പിന്നെ വെരി സോ എന്നിവ ഒഴിവാക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ സെൻറ്റൻസുകളിൽ വെരി സോ വരുത്തില്ല. കാരണം ഈ 2ൻ്റെ അർത്ഥമാണത് വെരി സോ. അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ 2 നെഗറ്റീവ് ഐഡിയ ആണ്. 2 വരുന്ന സെൻറ്റൻസുകളിൽ പിന്നെ നെഗറ്റീവ് വേർഡ്സ് പാടില്ല. വെരി സോ എന്നീ വാക്കുകൾ ഒഴിവാക്കുക. ഇനി സബ്ജക്റ്റ് ഒരുപോലെ വരുന്ന ഹീ ഈസ് വെരി വീക്ക്, ഹീ കനോട്ട് വാക്ക്. ഇവിടെ 2 സെൻറ്റൻസ് ആണ്. ഒന്ന് ഹീ ഈസ് വെരി വീക്കും ഹീ കനോട്ട് വാക്ക്. സബ്ജക്റ്റ് ഹീ ആണ് രണ്ടിടത്തും. സബ്ജക്റ്റ് ഒരുപോലെ വന്നാൽ ഇതിനെ നെഗറ്റീവ് ആക്കുന്ന അല്ലെങ്കിൽ 2 ചേർത്ത് ഒറ്റ സെൻറ്റൻസ് ആക്കുന്ന കണ്ടോ. ഹീസ് ടു വെരി മാറ്റി 2 ചേർക്കണം. ഹീസ് ടു. പിന്നെ വീക്ക് ഹീസ് ടു വീക്ക്. ആദ്യത്തെ സെൻറ്റൻസ് തീരുന്നിടത്ത് 2 ഉപയോഗിക്കണം. ഹീസ് ടു വീക്ക് ടു. പിന്നെ സബ്ജക്റ്റ് വേണ്ട. എന്തുകൊണ്ട്? ഒറ്റ സെൻറ്റൻസ് ആകുമ്പം ഒരു സബ്ജക്റ്റ് മതി. ക്യാൻ വേണ്ട, സഹായക്രിയ വേണ്ട. എന്തുകൊണ്ട്? സബ്ജക്റ്റ് ഒരെണ്ണേ ഉള്ളൂ. അപ്പം പിന്നെ സഹായക്രിയയുടെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ നോട്ട് വേണ്ട. എന്തുകൊണ്ട്? 2 വരുന്ന സെൻറ്റൻസുകളിൽ പിന്നെ നെഗറ്റീവ് വേർഡ്സ് പാടില്ല. ഹീ ഈസ് ടു വീക്ക് ടു വാക്ക്. ഹീ ഈസ് വെരി വീക്ക് ഹീ കനോട്ട് വാക്ക്. ഹീ ഈസ് ടു വീക്ക് ടു വാക്ക് എന്ന് പറയും. രാജു ഈസ് വെരി ഷോർട്ട് ഹീ കനോട്ട് ടച്ച് ദ റൂഫ്. രാജു ഈസ് വെരി ഷോർട്ട് ഹീ കനോട്ട് ടച്ച് ദ റൂഫ്. രാജു ഈസ് ടു ഷോർട്ട്. എന്താണ്? രാജു ഈസ് ടു ഷോർട്ട്. ഹീ. പിന്നെ രണ്ടാമത്തെ 2 ചേർക്കണം. 2 ഹീ വേണ്ട, കനോട്ട് വേണ്ട, ക്യാൻ വേണ്ട, നോട്ട് വേണ്ട. പിന്നെ ബാക്കി അതുപോലെ തന്നെ. രാജു ഈസ് ടു ഷോർട്ട് ടു ടച്ച് ദ റൂഫ്. ഒന്നുമില്ല. ഹീ ഈസ് വെരി വീക്ക് ഹീ കനോട്ട് വാക്ക്. ഹീ ഈസ് ടു വീക്ക്. പിന്നെ അടുത്ത 2 ചേർക്കണം. വെരി മാറ്റി 2 ചേർത്തിട്ട് ആ സെൻറ്റൻസ് തീരുന്നിടത്ത് അടുത്ത 2 ചേർക്കണം. ഹീ കനോട്ട് വാക്ക് എന്നുള്ളത് ഹീ വേണ്ട, ക്യാൻ വേണ്ട, നോട്ട് വേണ്ട, ടു വാക്ക്. അതുപോലെ തന്നെ ഹീ ഈസ് വെരി സ്മാൾ ഹീ കനോട്ട് ലിഫ്റ്റ് ദ ബോക്സ്. പറ. ഹീ ഈസ് വെരി മാറ്റുക. ഹീ ഈസ് ടു സ്മാൾ. എന്നിട്ട് അടുത്ത 2 ഹീ ഈസ് ടു സ്മാൾ ടു. പിന്നെ ഹീ വേണ്ട, ക്യാൻ വേണ്ട, നോട്ട് വേണ്ട, ലിഫ്റ്റ് ദ ബോക്സ്. ഹീ ഈസ് ടു സ്മാൾ ടു ലിഫ്റ്റ് ദ ബോക്സ്. ഇത് വളരെ എളുപ്പമാണ്. എന്തുകൊണ്ടെന്നാൽ സബ്ജക്റ്റ് ഒരുപോലെ വരുന്നത് വളരെ എളുപ്പമാണ്. ഇനി സബ്ജക്റ്റ് വ്യത്യാസം വന്നാൽ എന്ത് ചെയ്യണം? കണ്ടു. 2 സെൻറ്റൻസിലും ഹീയും രാജു ഒക്കെ ആയിരുന്നുകൊണ്ടാണ് ഒരേപോലെ വന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. 2 സെൻറ്റൻസിലെ സബ്ജക്റ്റ് വ്യത്യാസമായാൽ ഇങ്ങനെ ചെയ്യരുത്. വേറൊരു മാർഗം പറയാം. ഇതാ ഇങ്ങോട്ട് നോക്കിക്കോ. ദ ബോക്സ് ഈസ് വെരി ഹെവി ഐ കനോട്ട് ലിഫ്റ്റ്. 2 ചേർത്ത് കണക്ട് ചെയ്യാണ്. ബോക്സ് വളരെ ഹെവിയാണ്, എനിക്കത് പൊക്കാൻ കഴിയില്ല. ദ ബോക്സ് ആണ് സബ്ജക്റ്റ്. ഇവിടെ ഐ ആണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് വ്യത്യാസമാണ്. എന്ത് ചെയ്യും? ആദ്യത്തെ സെൻറ്റൻസ് അതുപോലെ തന്നെ ചെയ്യണം. ദ ബോക്സ് ഈസ് വെരി മാറ്റുക. ദ ബോക്സ് ഈസ് ടു ഹെവി. അവിടെ വരെ ശരിയാണ്. മുമ്പിലത്തെ കൂട്ട് തന്നെ ചെയ്താൽ മതി. ദ ബോക്സ് ഈസ് ടു ഹെവി. പിന്നെ ഉള്ളത് 2 ചേർക്കുന്നതിന് മുമ്പ് ഈ ഐ എവിടെങ്കിലും കൊള്ളിക്കണം. കാരണം ആർക്ക് പൊക്കാൻ പറ്റില്ല എന്നൊരു ചോദ്യം വരും. മുമ്പിലത്തെ കൂട്ട് ഐ ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഐ സബ്ജക്റ്റായിട്ടും എഴുതാൻ പറ്റത്തില്ല. കാരണം ഐ ആയിട്ട് എഴുതിയാൽ 2 സബ്ജക്റ്റ് ആയി പോവും. ഐയുടെ രൂപം മാറ്റണം. എങ്ങനെ മാറ്റണം? ഇങ്ങനെ മാറ്റണം. ഹീ വന്നാൽ ഫോർ ഹിം എന്നാക്കണം.
ഷീ വന്നാൽ ഫോർ ഹെർ എന്നാക്കണം, ഐ വന്നാൽ ഫോർ മീ എന്നാക്കണം, വി വന്നാൽ ഫോർ അസ് എന്നാക്കണം, യു വന്നാൽ ഫോർ യു എന്നാക്കണം, ഇറ്റ് വന്നാൽ ഫോർ ഇറ്റ് എന്നാക്കണം, ദേ വന്നാൽ ഫോർ ദം എന്നാക്കണം, രാജു വന്നാൽ ഫോർ രാജു എന്നാക്കണം. എന്ത് മനസ്സിലായി? സബ്ജക്റ്റീവ് പ്രോനൗണിനെ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആക്കണം ഫോറിന് ശേഷം. മനസ്സിലായോ? ഹി വന്നാൽ ഫോർ ഹിം എന്ന് എഴുതിയിട്ട് ടു ചേർക്കണം. ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ നോക്കൂ, പിന്നെ സെൻറ്റൻസ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ദ ബോക്സ് ഈസ് വെരി ഹെവി, ഐ കനോട്ട് ലിഫ്റ്റ് ഇറ്റ്. ദ ബോക്സ് ഈസ് ടു ഹെവി, ഐയെ എങ്ങനെ മാറ്റണം? ഫോർ മീ എന്ന് മാറ്റണം. ഫോർ മീ, ഇനി ടു, ഫോർ മീ ടു. പിന്നെ ക്യാൻ വേണ്ട, നോട്ട് വേണ്ട, സബ്ജക്റ്റ് ആയിട്ടല്ലല്ലോ ഐ എഴുതിയേക്കുന്നത്, അപ്പോൾ സഹായക്രിയ വേണ്ട. നോട്ട് വേണ്ട, ടു വരുന്നിടത്ത് നെഗറ്റീവ് വേണ്ട. പിന്നെ ലിഫ്റ്റ് ഇറ്റ്, ടു ലിഫ്റ്റ്. ഇറ്റ് എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇറ്റ് ലോജിക്കാണ്. ഇറ്റ് ഒഴിവാക്കി. എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ. ഇറ്റ് എന്ന് പറയുന്നത് ബോക്സ് ആണ്, വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. ടു ലിഫ്റ്റ് ദ ബോക്സ് എന്ന് വീണ്ടും പറയേണ്ട കാര്യമില്ല. ഇറ്റ് ബോക്സ് ആണ്, അതുകൊണ്ട് ലോജിക്ക്, അതുകൊണ്ട് ഒഴിവാക്കി. ദ റൂം ഈസ് വെരി ഡർട്ടി. ദ റൂം ആണ് സബ്ജക്റ്റ്. വി കനോട്ട് സ്ലീപ്പ് ഇൻ ഇറ്റ്. വി ആണ് സബ്ജക്റ്റ്. ദ റൂം ഈസ് ടു ഡർട്ടി. കണ്ടോ? ഫോർ, വി എന്നുള്ളത് ഫോർ അസ്, പിന്നെ വീണ്ടും ടു, ഫോർ അസ് ടു സ്ലീപ്പ് ഇൻ, പിന്നെ ഇറ്റ് വേണ്ട. ദ റൂം ഈസ് ടു ഡർട്ടി ഫോർ അസ് ടു സ്ലീപ്പ് ഇൻ എന്ന് പറയും. പിന്നെ ഒരിക്കലും ദ റൂം ഈസ് ടു ഡർട്ടി ഫോർ അസ്, വി ഫോർ അസ് ആയി, കനോട്ട് വേണ്ട, സ്ലീപ്പ് ഇൻ ഇറ്റ് എന്ന് പറയും. സ്ലീപ്പ് ഇൻ, ഇറ്റ് വേണ്ട, ഇറ്റ് എന്ന് പറഞ്ഞാൽ റൂമാണ്. ദ റൂഫ് ഈസ് വെരി ഹൈ, രാജു കനോട്ട് ടച്ച് ഇറ്റ്. ദ റൂഫ് ഈസ് ടു ഹൈ, രാജു പേരാണ് വരുന്നതെങ്കിൽ ഫോർ രാജു. ഹി വന്നാൽ ഫോർ ഹിം, ഷീ വന്നാൽ ഫോർ ഹെർ, ദേ വന്നാൽ ഫോർ ദം, ഐ വന്നാൽ ഫോർ മീ, ഇറ്റ് വന്നാൽ ഫോർ ഇറ്റ്, വി വന്നാൽ ഫോർ അസ്. അപ്പോൾ ദ റൂഫ് ഈസ് ടു ഹൈ ഫോർ രാജു ടു ടച്ച്. ടു ടച്ച്, ഇറ്റെന്ന് വേണ്ട, ഇറ്റ് റൂമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത്രയും കാര്യമുള്ളൂ. സോ ടു ചേർത്ത് രണ്ട് സെൻറ്റൻസുകളെ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ടു ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ, രണ്ട് സെൻറ്റൻസുകളെ കണക്ട് ചെയ്യുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്. സബ്ജക്റ്റ് ഒരുപോലെ വരുന്നതുകൊണ്ട്, സബ്ജക്റ്റ് വ്യത്യാസം വരുന്നതുകൊണ്ട്. സബ്ജക്റ്റ് ഒരുപോലെ വന്നാൽ, ഇപ്പോൾ ഹീ ഈസ് വെരി വീക്ക്, ഹീ കനോട്ട് വാക്ക്. സിമ്പിളാണ്, ഹീ ഈസ് ടു വീക്ക്. പിന്നെ ഹീ വേണ്ട, ക്യാൻ വേണ്ട, നോട്ട് വേണ്ട, ടു വാക്ക്, അത്രയേ ഉള്ളൂ. സബ്ജക്റ്റ് വ്യത്യാസമായിട്ട് വന്നാൽ രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ രൂപം മാറ്റണം. ഐ വന്നാൽ ഫോർ മീ, ഹീ വന്നാൽ ഫോർ ഹിം, ഷീ വന്നാൽ ഫോർ ഹെർ, ദേ വന്നാൽ ഫോർ ദം, വി വന്നാൽ ഫോർ അസ്. രാജു വേറെ എന്തെങ്കിലും ഒരു പേരാണ്, നൗൺ ആണ് വരുന്നതെങ്കിൽ ഫോർ ആ നൗൺ എഴുതിയിട്ട് മാറ്റണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും കാര്യമേ ഉള്ളൂ. ഇതെങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് വെച്ചാൽ പോയിൻ്റ് ഔട്ട് ദ എറർ ചോദിക്കും. പോയിൻ്റ് ഔട്ട് എറർ നോട്ട് ചേർത്ത് ചോദിക്കും. നെഗറ്റീവ് വേർഡ്സ് ടു വരുന്ന സെൻറ്റൻസുകളെ വരത്തില്ല, അത് ഒരു രീതിയിൽ ചോദിക്കും. പിന്നെ ഈ മോഡൽ പഠിച്ചു വെക്കുന്നപ്പോൾ ഫോർ ഐ എന്നും പറഞ്ഞു തരും. ദ ബോക്സ് ഈസ് വെരി ഹെവി ഫോർ ഐ. നിങ്ങൾക്കറിയാം ഫോർ ഐ എന്ന് വരത്തില്ല, ഫോർ മീന്നേ വരത്തുള്ളൂ. ഫോർ ഐ എന്നുള്ളത് തെറ്റാണ്, ഫോർ മീ എന്നുള്ളതാണ് ശരി. ഫോർ ഐ എന്നാണ് വരത്തില്ല, ഫോർ മീ. അങ്ങനെയാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ ഈ യൂട്യൂബ് ക്ലാസ്സിൻ്റെ താഴെയുള്ള ലിങ്കിലുണ്ട്. കയറി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, അപ്പോൾ കൂടുതൽ മനസ്സിലാവും. ഒരു ടോപ്പിക്കും കൂടെ ഇന്നത്തെ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ടോപ്പിക്കിൻ്റെ പേര് ഇനഫ് ടു. എന്താണ് ടു ഇനഫ് ടു തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ടു പോസിറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസുകളിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇനഫ് ടു പോസിറ്റീവ് സെൻറ്റൻസുകളിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ഹീ കനോട്ട് വാക്ക് എന്നല്ലയോ അവിടെ പറഞ്ഞേ, ഇവിടെ ഹീ ക്യാൻ വാക്ക് എന്നായിരിക്കും പറയുന്നത്, കഴിയും എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ അതാണ് പോസിറ്റീവ്. ഒരിക്കലും നോട്ട് വരുന്ന സെൻറ്റൻസുകളെ ഇനഫ് ടു ചേർത്ത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. പോസിറ്റീവ് സെൻറ്റൻസുകളെ മാത്രമേ ഇനഫ് ടു ചേർത്ത് കണക്ട് ചെയ്യാൻ പറ്റും. നോക്കൂ, സബ്ജക്റ്റ് ഒരുപോലെ വരുന്നത്. ഹീ ഈസ് വെരി ടാൾ, ഹീ കനോട്ട് ടച്ച് ദ റൂഫ്. ഹീസ് നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ടു എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ ചെയ്യാം. പക്ഷേ ഒരൊറ്റ പ്രത്യേകതയുണ്ട്. ടുവിനില്ലാത്തൊരു പ്രത്യേകത ഇനഫ് ടുവിനുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഇത് ടു ചെയ്ത പോലെ ചെയ്യുമ്പം ഹീസ് വെരി മാറ്റിയിട്ട് നമ്മൾ ഇനഫ് ചേർക്കും. അങ്ങനല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇനഫ് ചേർക്കും, ടാൾ, പിന്നെ ഹീ വേണ്ട, ക്യാൻ വേണ്ട, ക്യാൻ വേണ്ട. അപ്പോൾ നമ്മൾ എഴുതും ഇനഫ് ടാൾ ടു ടച്ച് ദ റൂഫ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതുന്നത് ഹീസ് ഇനഫ് ടാൾ ടു ടച്ച് ദ റൂഫ്. ടച്ച് വേണം, ടച്ച് ദ റൂഫ്. ടു ചേർത്ത പോലെ നമ്മളിത് ചെയ്തെന്നിരിക്കട്ടെ. പക്ഷേ ഒരു ചെറിയ തെറ്റുണ്ട്. എന്താ അറിയോ? ഹീസ് ഇനഫ് ടാളല്ല, ഹീസ് ടാൾ ഇനഫ് എന്നാണ് എഴുതുന്നത്. ഇനഫ് ടു ഒരുമിച്ച് വരും. അപ്പോൾ ചോദിക്കും ഇത് എല്ലായിടത്തും ഇങ്ങനെയാണോ? അല്ല, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഇനഫ് ഉപയോഗിക്കേണ്ട രീതിയുണ്ട്. ടുവിന് അതില്ല. ഇനഫ് ഉപയോഗിക്കുമ്പം
അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ അതിന് ശേഷമേ ഇനഫ് ഉപയോഗിക്കാവുള്ളൂ. ടാള് അഡ്ജക്റ്റീവാണ്, അതുകൊണ്ട് ടാളിന് ശേഷമേ ഇനഫ് ഉപയോഗിക്കാവുള്ളൂ. എന്നാൽ നൗണാണ് വരുന്നതെങ്കിൽ ഇനഫ് ഉപയോഗിച്ചിട്ട് നൗൺ ഉപയോഗിക്കണം. അതാണ് പ്രത്യേകത. നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല, ഞാൻ പറഞ്ഞുതരാം. ഹീസ് ഇനഫ് ടാൾ എന്നല്ല, ഹീസ് ടാൾ ഇനഫ് ടു ടച്ച്. അപ്പോൾ ഇനഫ് ടു ഒരുമിച്ച് വരും. ബാക്കി പഴയ പോലെ തന്നെ ടു ടച്ച് ദ റൂഫ്. ഹീസ് ടാൾ ഇനഫ് ടു ടച്ച് ദ റൂഫ്. എന്തുകൊണ്ട്? ഇനഫിന് മുമ്പിൽ ആണ് അഡ്ജക്റ്റീവ് വരേണ്ടത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഹീസ് വെരി സ്മാർട്ട്, ഹീ ക്യാൻ ഡു ദ വർക്ക്. ഇവിടെ സ്മാർട്ട് അഡ്ജക്റ്റീവാണ്, അപ്പോൾ സ്മാർട്ട് മുമ്പിൽ വരണം. ഹീ സ്മാർട്ട് ഇനഫ് ടു ഡു ദ വർക്ക്. ഹീ ക്യാൻ ഡു ദ വർക്ക്. ഹീ ക്യാൻ വേണ്ട, ടു ഡു ദ വർക്ക്. നെഗറ്റീവ് സെൻസിൽ ടു ആണെങ്കിൽ പോസിറ്റീവ് സെൻസിൽ ഇനഫ് ടു ആണ്. അടുത്ത് നോക്കണേ, ഹി ഹാസ് മച്ച് മണി. ഇവിടെ ശ്രദ്ധിക്കണം, മണി നൗണാ. മണി നൗണാ. എന്തുവാ മുമ്പേ പറഞ്ഞേ? അഡ്ജക്റ്റീവിന് ശേഷം ഇനഫ് ഉപയോഗിക്കണം, നൗണിന് മുമ്പിൽ ഇനഫ് ഉപയോഗിക്കണം. ഇവിടെ നൗൺ ഏതാ? ഇവിടെ നൗണ് മണിയാണ്. അപ്പം മണി നൗണാണ്, ഒരു സാധനത്തിൻ്റെ പേരാണ്. അപ്പം ഹി ക്യാൻ ബൈ എ കാർ. ഹി ഹാസ് ഇനഫ് മണി. ഇനഫ് എഴുതിയിട്ട് മണി എഴുതണം. ടുവിൻ്റെ കൂട്ട് തന്നെ. ഹി ഹാസ് ഇനഫ് മണി ടു ബൈ എ കാർ. ഞാൻ പറയുന്നതല്ലോ മനസ്സിലാവുന്നുണ്ട്. ഒന്നുമില്ല, ടുവിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം രണ്ടെണ്ണമാണ്. അത് കനോട്ട് എന്ന് പറയും, നെഗറ്റീവ് സെൻസിലാണ്. ഇത് ക്യാൻ എന്ന് പറയും, പോസിറ്റീവ് സെൻസ്, കഴിയുമെന്നാണ് പറയുന്നത്. പിന്നത്തെ വ്യത്യാസം ടുവിൽ നമ്മൾ ടു ടാള്, ടു മച്ച് മണി. അപ്പോൾ നമ്മൾ ടു ചേർത്തിട്ട് അഡ്ജക്റ്റീവോ നൗണോ ചേർത്തിട്ട് ടു ചേർക്കും. ഇവിടെ അങ്ങനല്ല. ഇവിടെ ഇനഫ് വരുവാണെങ്കിൽ അഡ്ജക്റ്റീവ് ആണെങ്കിൽ ആദ്യം അഡ്ജക്റ്റീവ് ടാൾ ഇനഫ്, സ്മാൾ ഇനഫ്, ഗ്രേറ്റ് ഇനഫ് എന്ന് പറഞ്ഞിട്ട് ടു ചേർക്കണം. നാം മണി, വെൽത്ത് എന്നൊക്കെ പറയുവാണെങ്കിൽ ഇനഫ് വെൽത്ത്, ഇനഫ് മണി എന്ന് ചേർക്കണം. അതാണ് നടക്കുന്നത്. ഹി ഹാസ് മച്ച് വെൽത്ത്, ഹി ക്യാൻ ബിൽഡ് എ ഹൗസ്. ഹി ഹാസ് ഇനഫ് വെൽത്ത് ടു ബിൽഡ് എ ഹൗസ്. ഹി ഹാസ് ഇനഫ് വെൽത്ത് ടു ബിൽഡ് എ ഹൗസ് എന്ന് പറയും. ഇനി ഇതിൻ്റെ സബ്ജക്റ്റ് വ്യത്യാസമായിട്ട് വന്നാൽ ഫോർ ചേർത്ത് എഴുതണം. ഇപ്പോൾ ഉദാഹരണത്തിന് സബ്ജക്റ്റ് വ്യത്യാസമായിട്ട് വന്നാൽ ഫോർ ചേർത്ത് എഴുതണം. ഇപ്പോൾ ഉദാഹരണം, ദ ഹൗസ് ഈസ് വെരി സ്മാൾ, ദ ഹൗസ് ഈസ് വെരി ബിഗ്, ഹീ ക്യാൻ ലിവ് ഇൻ ഇറ്റ്. നമ്മൾ പറയുക ദ ഹൗസും ഹീയുവാ. ദ ഹൗസ് ഈസ് ബിഗ് ഇനഫ്, പിന്നെ ഹി, ഫോർ ഹിം. മുമ്പേ ചേർത്ത പോലെ സബ്ജക്റ്റ് വ്യത്യാസമായിട്ട് വന്നാൽ ഫോർ ഹിം ചേർക്കണം. ഫോർ ഹിം ടു ലിവ് ഇൻ. മനസ്സിലായോ? ആ ടുവിൻ്റെ ആ റൂള്. സബ്ജക്റ്റ് വ്യത്യാസമായിട്ട് വന്നാൽ ഫോർ ഹിം, ഫോർ മീ, ഫോർ ദം അത് ചേർക്കണം. അതിവിടെയും ബാധകമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്ജക്റ്റീവിന് ശേഷം ഇനഫ്, നൗണിന് മുമ്പിൽ ഇനഫ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ടുവിന് ഇത് ബാധകമല്ല. സോ ഇനഫ് എന്ന് പറയുന്ന ആ വർക്ക് നമ്മൾ പഠിച്ചു. ഇവിടെ നോക്ക്, ദ റൂഫ്, ടൈപ്പ് 2 നോക്ക്. ദ റൂഫ് ഈസ് വെരി ലോ, ഹീ ക്യാൻ ടച്ച് ഇറ്റ്. ദ റൂഫ് ഈസ് ലോ ഇനഫ്, അഡ്ജക്റ്റീവിന് ശേഷമാണ് ഇനഫ് വരുന്നത്. ലോ ഇനഫ്. പിന്നെ ഹീ ആണ് സബ്ജക്റ്റ് വ്യത്യാസം, അപ്പോൾ ഫോർ ഹിം ടു ടച്ച്. ഫോർ ഹിം ടു ടച്ച്. ദ റൂഫ് ഈസ് ലോ ഇനഫ് ഫോർ ഹിം ടു ടച്ച്. മുമ്പിലത്തെ കൂടി രണ്ടാമത്തെ ടൈപ്പ് ഇവിടെയുണ്ട്, ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് 2 ടോപ്പിക്കാണ് സൂപ്പർ 6 ചലഞ്ചിൻ്റെ ഭാഗമായിട്ട്. അത് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2 ടോപ്പിക്കാണ്. അതിലൊന്ന് ടു, 2 ഇനഫ് ടു നെഗറ്റീവ് സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നു. ഇനഫ് ടു പോസിറ്റീവ് സെൻറ്റൻസുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ടുവിൽ കനോട്ട് എന്ന് വരും, ഇനഫ് ടുവിൽ ക്യാൻ എന്ന് വരും. അതാണ് വ്യത്യാസം. പിന്നുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടിലും 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് ഇവിടെ ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഫോർ ഹിം, ഫോർ മീ എന്നൊക്കെ, ഫോർ മീ അതിവിടെ അതുപോലെ തന്നെ ചെയ്യുന്നത്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ടുവിൽ ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. അഡ്ജക്റ്റീവ് വന്നാൽ അത് കഴിഞ്ഞ് ഇനഫ് പറയും. നൗണ് വന്നാൽ നൗണ് ഇനഫിന് ശേഷം പറയും. ഇനഫ് മണി എന്നാൽ സ്മാൾ ഇനഫ്, അത് എഴുതി വെച്ച് പഠിച്ചോണം. ഇപ്പോൾ ഗ്രേറ്റ് ഇനഫ്, ഗ്രേറ്റ് അഡ്ജക്റ്റീവാണ്. എന്നാൽ ഇനഫ് മണി, ഇനഫ് വെൽത്ത്, അത് വെൽത്തും മണിയൊക്കെ നൗണാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ 2 ടോപ്പിക്കുകളും എന്താണെന്ന് മനസ്സിലായെങ്കിൽ ഇനി ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയമാണ്. ഈ ക്ലാസ്സിൻ്റെ താഴെയുള്ള ലിങ്കിൽ കയറി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പരീക്ഷ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. നിങ്ങളുടെ ആൻസേഴ്സും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്വയം ഇവാലുവേഷൻ നടത്താൻ അത് സഹായിക്കും. സോ ഈ സൂപ്പർ 6 ചലഞ്ചിൻ്റെ 2ാമത്തെ ദിവസം ഭംഗിയായി അവസാനിക്കുന്നു. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിലും മനോഹരമായ ഒരു ദിവസം ഡേ 3 ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.